പെട്രോൾ പമ്പിൽ നിന്ന് വെള്ളം കലർന്ന ഡീസൽ അടിച്ചതിനെ തുടർന്ന് കാറിന് തകരാർ സംഭവിച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ. കാർ ഉടമയ്ക്ക് സംഭവിച്ച നഷ്ടം അത് പമ്പുടമയിൽ നിന്ന് 24 മണിക്കൂറിനകം തന്നെ കേന്ദ്രമന്ത്രി ഇടപെട്ട് വാങ്ങി നൽകുകയും ചെയ്തു. കോട്ടയം പാലാ സ്വദേശിയും പൊതുപ്രവർത്തകനുമായ ജെയിംസ് വടക്കനാണ് ഇത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രിക്ക് പരാതി നൽകിയത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കും. ഈ കഴിഞ്ഞ 17-ാം തീയതി തിങ്കളാഴ്ചയാണ് ഇതിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഹോണ്ട സിറ്റി കാറിൽ പാലായിലെ കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പിൽ നിന്നാണ് ഡീസൽ അടിച്ചത്. ഡീസൽ അടിച്ചപ്പോൾ തന്നെ അതിനകത്ത് നിന്ന് ബീപ്പ് ബീപ്പ് സൗണ്ട് വന്നു, വാർണിംഗ് സിഗ്നൽസ് തെളിഞ്ഞു. അപ്പം എന്തോ അപാകതയുണ്ട്, പമ്പുകാർക്കൊരു പ്രശ്നമില്ല, ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറഞ്ഞു. എന്തായാലും വണ്ടി കോട്ടയം വരെ ഓടിച്ചുകൊണ്ട് പോയി. കോട്ടയത്ത് കൊണ്ട് ഹോണ്ടയുടെ വർക്ക്ഷോപ്പിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഡീസലിനകത്ത് വെള്ളം കലർന്നിട്ടുണ്ട്. അവരപ്പോൾ തന്നെ ഡീസലിൻ്റെ ടാങ്ക് റിമൂവ് ചെയ്യണം. പിന്നെ പമ്പിനും കുഴപ്പമുണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. അതുകൊണ്ട് അവർ ആ പമ്പ് ടാങ്ക് റിപ്പയർ ചെയ്തു. 6500 രൂപ അതിന് കോസ്റ്റായി. നമ്മൾ ഫിൽറ്റർ അഴിച്ച് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഫ്യൂവൽ ടാങ്കിൽ നിന്ന് കുറച്ച് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ കളറാണ് കേട്ടോ. ഇത് വെള്ളമായിട്ട് മിക്സ് ആകുമ്പോഴാണ് ഈ കളർ വരുന്നത് കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ഉണ്ട് കേട്ടോ ഇത് ഫ്യൂവൽ. സാറേ, ഇതിൻ്റെ ഫ്യൂവൽ പമ്പിന് ലൂബ്രിക്കേഷൻ വരുന്നത് ഈ ഫ്യൂവൽ കൊണ്ടാണ്. അപ്പോൾ ഈ വാട്ടർ മിക്സ് ആയി കഴിഞ്ഞാൽ ആ പമ്പ് ഡാമേജ് ആകും. അത് നല്ല കോസ്റ്റ്ലിയാണ് പമ്പ് കേട്ടോ. അപ്പോൾ അത് തിങ്കളാഴ്ച സംഭവിച്ചതാണ്. ശനിയാഴ്ചയാണ് ഇത് കൃത്യമായിട്ട് എൻ്റെ മുമ്പിൽ വരുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞു, ആ ഒരു ടാങ്കിൽ നിന്നടിച്ച് പെട്രോൾ ഡീസലായതുകൊണ്ട് മകളുടെ ഭർത്താവിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പൊതു ഇഷ്യൂ ആണല്ലോ. അപ്പം അവരൊന്നും അങ്ങനെ ഈ പബ്ലിക് ഇൻട്രസ്റ്റ് എടുക്കുന്നവരല്ല. അപ്പോൾ ഞാനൊരു കാര്യം ഞാൻ തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കാം എന്നും പറഞ്ഞ് ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം മേടിച്ചു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് BJPയുടെ മുൻ വക്താവായ ശിവശങ്കർ എന്ന് പറയുന്ന ആൾ. ഞാൻ ശിവശങ്കറിനോട് ചോദിച്ചു, കാര്യം സാറേ ഒരു വാട്സപ്പിൽ ഇട്ട് തന്നാൽ മതി, ഞാനത് മിനിസ്റ്റർക്ക് നേരിട്ട് ഫോർവേഡ് ചെയ്യാം. അല്ലെ സാർ ഫോർവേഡ് ചെയ്തു. അപ്പോൾ എനിക്ക് പരിചയമുള്ളത് ശിവശങ്കറാണ്. ഞാൻ ശിവശങ്കർ ഞാൻ വാട്സപ്പ് ഇട്ടത് മാത്രമേ ഉള്ളൂ. ശനിയാഴ്ച രാത്രിയിലൊരു 10:30 കാണുന്നു കുട്ടിക്കും. അപ്പോൾ കഴിഞ്ഞിട്ട് ഞാൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്നൊരു കോൾ വന്നു. ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടില്ലേ ഉണ്ട്, അപ്പോൾ ഡൽഹിയിൽ നിന്നാണ്. അതിനകത്ത് പെറ്റീഷണറെ അല്ലെങ്കിൽ ഈ പറയുന്ന വാഹന ഉടമയുടെ നമ്പറില്ല. റെസൊല്യൂഷൻ വേണമെങ്കിൽ വാഹന ഉടമയുടെ നമ്പർ ഇവിടെ വേണമല്ലോ. അതുകൊണ്ട് മൊബൈൽ നമ്പർ കൊടുത്തു. അങ്ങനെ ഞാൻ മൊബൈൽ നമ്പർ കൊടുത്തു. ഞാനത് അത്ഭുതപ്പെട്ടു പോയി. കാരണം തലേദിവസം രാത്രി കൊടുത്ത പരാതിക്ക് അവധി ദിവസങ്ങളിൽ റെസ്പോൺസ് വരിക എന്നുള്ളത് ഇമ്പോസിബിൾ ആണല്ലോ. തിങ്കളാഴ്ച ഒരു ഉച്ചയായപ്പോഴത്തേക്കും എൻ്റെ സണ്ണിലോ വിളിച്ച് പറഞ്ഞു ആ മുഴുവൻ എമൗണ്ടും, അതായത് റിപ്പയർ ചെയ്യാനുള്ള 6500 രൂപയും ഡീസലിൻ്റെ കോസ്റ്റും, അത് രണ്ടും കൂടെ അവർ ഗൂഗിൾ പേ വഴി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. പമ്പുടമ അടച്ചു കൊടുത്തിട്ട് ഈ പരാതി പിൻവലിക്കണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു പരാതി കൊടുത്തത് എൻ്റെ ഫാദറിൻ്റെ ആണല്ലോ. അപ്പോൾ ഞാൻ പരാതി പിൻവലിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, എന്തായാലും അത് നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ആണല്ലോ എന്ന് പറഞ്ഞ് ഞാനത് അവസാനിപ്പിച്ചു. അപ്പം ഞാൻ ആ വിവരം എൻ്റെ സുഹൃത്തും ഇടപെട്ടയാളുമായ ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ശിവശങ്കറിനെ. അപ്പം ശിവശങ്കർ സാറേ എന്നാൽ ഒരു താങ്ക്സ് ഇട്ടാക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ശിവശങ്കർ താങ്ക്സ് അല്ലല്ലോ, ഇതൊരു വലിയ കാര്യമല്ല. കാരണം എൻ്റെ 36 വർഷത്തെ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ റെസ്പോൺസ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ജനം അറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു നന്ദി സൂചിച്ചിട്ട് കത്തയക്കാൻ പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ കത്തയച്ചു, 2 പേരുടെ കത്തയച്ചു. അവിടെ വെച്ചത് അവസാനിച്ചു. കാരണം ആ കത്തിനകത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ്. കാരണം ഇത്രയും തിരക്കുള്ള ഒരാൾ, പുതിയൊരു മന്ത്രി, കാരണം അദ്ദേഹത്തിന് മന്ത്രിയായിട്ടുള്ള പരിചയങ്ങളൊന്നുമില്ല, ഞായറാഴ്ച ദിവസങ്ങൾ റെസ്പോൺസ്, ശനിയാഴ്ച രാത്രിയിൽ അയക്കുന്ന വിഷയത്തിന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് റെസ്പോൺസ് ഉണ്ടാണെങ്കിൽ 36 മണിക്കൂറായിട്ടുള്ളൂ, 42 മണിക്കൂറായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഞായറാഴ്ച ഉച്ചയോടുകൂടി അവിടെ ഒരു സംഘം എത്തി ഇത് പരിശോധിച്ചിട്ട് അതിനകത്ത് വാട്ടർ കണ്ടാമിനേഷൻ ഇല്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് പിന്നെ പ്രവർത്തിക്കാൻ അനുവദിച്ചത് ഡീസൽ പമ്പ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെയാണ് വിളിച്ച് അവരോട് പറഞ്ഞത് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്നുള്ള കാര്യം. മന്ത്രി ഇടപെടൽ തന്നെയാണ് അതിനകത്തുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഒരു വലിയ മാതൃകയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ. കാരണം പ്രത്യേകിച്ച് 24 മണിക്കൂറിനുള്ളിൽ പരിഹാരം ഉണ്ടാക്കുന്നു, അതും ഞായറാഴ്ചയായിട്ട് കൂടിയല്ലേ. അതാണ് വിഷയം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞില്ല. ഞാൻ 1988 തുടങ്ങി ഈ മേഖല പ്രവർത്തിക്കുന്ന ഒരാളാണ്, പൊതുപ്രവർത്തകനാണ്. നമ്മൾ ഇഷ്ടം പോലെ കേസുകൾ നടത്തുന്നുണ്ട്. സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ ട്രസ്റ്റിയാണ് ഞാൻ. നമ്മൾ നോട്ടയുടെ കേസൊക്കെ പല കേസ് നടത്തിയിട്ടുണ്ട്, പലരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അവിടെ നിന്ന് ഇതുപോലത്തെ ക്വിക്ക് റെസ്പോൺസ് ഉണ്ടാകാറില്ല. അപ്പോൾ അതൊരു ജനമനസ്സ് അറിഞ്ഞ ഒരാളാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം അതാണല്ലോ, ജനമനസ്സ് അറിഞ്ഞ് ജനങ്ങളോടൊത്ത് നിൽക്കുകയാണെങ്കിൽ എല്ലാവരും ജയിപ്പിക്കും, അല്ല ജയിപ്പിക്കുകയല്ല. അപ്പോൾ ഇതൊരു മാതൃകയാണ്, മറ്റൊന്നും കൊണ്ടുമല്ല. കേരളത്തിലെ നിയമസഭാവാചകർക്കും MP-മാർക്കും പിന്നെ എന്നാ പറയുക ഗവൺമെൻറ് സെക്രട്ടറിമാർക്കും എല്ലാം എങ്ങനെയാണ് ഇഷ്യൂ റിസോൾവ് ചെയ്യുക എന്നുള്ളതിന് ഒരു മാതൃക കാണിച്ചു തന്നു. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്, ഒരു പരാതി കൊടുത്താൽ പരാതി ആദ്യം അവിടെ എടുത്ത് വെക്കും, പിറ്റേ ദിവസം വേറെ പരാതി വരും. അങ്ങനെ കുറേ പരാതി ആകുമ്പോഴത്തേക്ക് ഏതാ പരാതി എന്ന് അറിയാൻ മേലാതെ വരും. അപ്പോൾ ഒരു സഡൻ ആക്ഷൻ, പിന്നെ ഫോളോ അപ്പ്, അദ്ദേഹത്തിന് ഫോളോ അപ്പ് ഉണ്ടല്ലോ. ഫോളോ അപ്പ് ഉള്ളപ്പം ഉദ്യോഗസ്ഥരും ഭയപ്പെട്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു മാതൃകയാക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ സുരേഷ് ഗോപിയെ അനുകരിക്കാനൊന്നും പറയുന്നില്ല. സമാനമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനങ്ങളുടെ അടുത്ത് ഇറങ്ങി വരിക, അത്രയും എനിക്ക് പറയാനുള്ളൂ.
എന്താണെങ്കിലും കോട്ടയം പാലാ സ്വദേശിയും പൊതുപ്രവർത്തകനുമായ ജെയിംസ് വടക്കനാണ് ഇത്തരത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഒരു പരാതി നൽകിയത്. അദ്ദേഹത്തിൻ്റെ മകൾ ഉപയോഗിക്കുന്ന കാറിൽ പാലായിലെ തന്നെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ച വഴിയിൽ ആ ഡീസലിൽ വെള്ളം കലർന്ന ഡീസലായിരുന്നു അത്. പിന്നീട് ആ വാഹനത്തിന് തകരാർ സംഭവിക്കുകയായിരുന്നു. ഈ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് പരാതി നൽകുന്നു. ഞായറാഴ്ചയായിട്ട് കൂടി 24 മണിക്കൂറിനുള്ളിൽ ആ വിഷയത്തിൽ സുരേഷ് ഗോപി ഇടപെടുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഇടപെടുകയും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ പമ്പുടമയിൽ നിന്ന് ഈ ഇന്ധനത്തിന് നൽകിയ ഏതാണ്ട് 4000-ഓളം രൂപയും അതോടൊപ്പം തന്നെ ഈ വാഹനം റിപ്പയർ ചെയ്യുന്നതിനായി മുടക്കിയ പണവും അടക്കം 10,000 രൂപയോളം നഷ്ടപരിഹാരം ഈ പമ്പുടമയിൽ നിന്ന് ഈ കാർ ഉടമയ്ക്ക് എന്താണെങ്കിൽ ഈ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് വാങ്ങി നൽകിയിരിക്കുകയാണ്. വലിയൊരു മാതൃക തന്നെയാണ് ഇവിടെ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പൊതുപ്രവർത്തകൻ കൂടിയായ ജെയിംസ് വടക്കൻ പറയുന്നത്. കോട്ടയത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.